ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തെലങ്കാന. 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ. ലൂയി 14 എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആര്? 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആര്? ഉത്തരം പ്രഭാവർമ്മ. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2023 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ഐസ്ലാൻഡ്. 2ാം സ്ഥാനത്ത് നോർവേ, 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 130. 2ാം സ്ഥാനത്ത് നോർവേ, 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 130. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം കേരളം. 2022 തുടക്കമിട്ട ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് ഈ സുവർണ്ണ നേട്ടം. 2022 തുടക്കമിട്ട ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് ഈ സുവർണ്ണ നേട്ടം. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യ US സർവകലാശാല. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യ US സർവകലാശാല. ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും പ്രവർത്തനം ആരംഭിക്കുക. 2025 മെയ്യിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം. 2025 മെയ്യിൽ രൂപീകൃതമായതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം. ഉത്തരം സിക്കിം. ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ 2025 വേദിയാകുന്നത്. ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ 2025 വേദിയാകുന്നത്. ഉത്തരം ബംഗളൂരു. അന്താരാഷ്ട്ര നഴ്സസ് ദിനം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ഉത്തരം മെയ് 12. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത്. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത്. ആൻസർ ഡെൻമാർക്ക്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തരം ഉത്തർപ്രദേശ്. ലോകത്തെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ. ലോകത്തെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ. ഉത്തരം ചാറ്റ് GPT. ചാറ്റ് GPT. 2025 മെയ്യിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരം.
2025 മെയ്യിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരം? ഉത്തരം നീരജ് ചോപ്ര. നീരജ് ചോപ്ര. 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും 2024 പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡലും നേടി. 2023 ലോക ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും 2024 പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡലും നേടി. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. 2025 ലോക മാതൃദിനം. ഉത്തരം മെയ് 11. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ലോക മാതൃദിനമായി ആഘോഷിക്കുന്നത്. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ലോക മാതൃദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത്? ഉത്തരം ഛത്തീസ്ഗഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.